ധാരാളം ധനങ്ങൾ നമുക്ക് നേടിത്തരുന്ന ദിക്കാണ്. പക്ഷേ കുബേരനൊരു കുഷ്ഠരോഗി കൂടിയാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന വടക്ക് ഫേസ് ചെയ്യുന്ന അവിടുത്തെ അന്തേവാസികൾ പലപ്പോഴും രോഗങ്ങളായിട്ടുള്ള ഒരു അരിഷ്ടതകൾ അവർക്ക് ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട്. പടിഞ്ഞാറ് ദിക്ക്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ആർജിച്ച അറിവുകൾ, അതായത് നമ്മൾ എന്തു ആർജിച്ച് നമ്മൾ നേടിയെടുത്ത അറിവുകൾ കൊണ്ട് അയാൾ ഒരു നല്ലൊരു നേട്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാതിനിധ്യം ഉള്ള ദിക്ക് തന്നെയാണ് പടിഞ്ഞാറ്. അവർക്കും സംരംഭങ്ങൾ ഒക്കെ തുടങ്ങാനൊക്കെ പറ്റിയ ഒരു ദിക്കുകളാണ്. പടിഞ്ഞാറ് ദിക്കിലുള്ള സ്ത്രീകളൊക്കെ നല്ല എല്ലാവരുമായിട്ടും നല്ല ഇണങ്ങിച്ചേരുന്നവരായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ആ ദിക്കിന് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കുപ്രസിദ്ധി ഒക്കെ വരുന്ന ഒരു അവസ്ഥയും കണ്ടുവരാറുണ്ട്. അത് ശരി. കൃത്യമായ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാകപ്പിഴകൾ മൂലം സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് കുബേര ദിക്ക്. കുബേരനാണ് ആ ദിക്കിൻ്റെ അധിപൻ. വടക്ക് ദിക്ക് ഈ പറയുന്ന കുബേരൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ പറയുന്ന ധനമാണ്. ധാരാളം ധനങ്ങൾ നമുക്ക് നേടിത്തരുന്ന ദിക്കാണ്. പക്ഷേ കുബേരനൊരു കുഷ്ഠരോഗി കൂടിയാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന വടക്ക് ഫേസ് ചെയ്യുന്ന അവിടുത്തെ അന്തേവാസികൾ പലപ്പോഴും രോഗങ്ങളായിട്ടുള്ള ഒരു അരിഷ്ടതകൾ അവർക്ക് ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. പിന്നെ ധനത്തിന് അവർക്കൊരു ബുദ്ധിമുട്ടും അങ്ങനെ വരാറില്ല. നല്ല രീതിയിൽ എപ്പോഴും ഒരു ധനമാർഗങ്ങൾ നേടിയെടുക്കാൻ പറ്റിയൊരു ദിക്ക് തന്നെയാണ് വടക്ക് കുബേര ദിക്ക്. അപ്പോൾ ഈ മഹാദിക്കുകളിലോട്ട് നമ്മൾ മുഖം വരുന്ന രീതിയിൽ ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഓരോ ദിക്കിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്നതാണ്.